നമസ്കാരം. മാസങ്ങൾ നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ഇസ്രയേൽ വധിച്ചത്. ഇതിനായി അമേരിക്കയുടെ നിർണായക സഹായം ഇസ്രയേലിനുണ്ടായിരുന്നു. ശനിയാഴ്ച രാവിലെ ടെഹ്റാനിലെ അതീവ സുരക്ഷാ മേഖലയിലുള്ള സർക്കാർ ആസ്ഥാനത്ത് ഖമേനിയും ഉന്നത സൈനിക രാഷ്ട്രീയ ഉദ്യോഗസ്ഥരും ഒത്തുചേരുന്നുണ്ടെന്ന CIA കൃത്യമായ രഹസ്യവിവരമാണ് ആക്രമണത്തിന് വഴിയൊരുക്കിയത്. CIA നൽകിയ അതിനിർണായക വിവരങ്ങളോടെ ഇസ്രയേൽ പ്ലാൻ കൃത്യമായി നടപ്പിലാക്കി. ന്യൂയോർക്ക് ടൈംസും വേൾ സ്ട്രീറ്റ് ജേണലുമാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. സാധാരണയായി രാത്രികാലങ്ങളിൽ ആക്രമണം നടത്തുന്ന ശൈലി മാറ്റി ഉന്നത നേതാക്കളുടെ സാന്നിധ്യം ഉറപ്പാക്കാൻ ഇസ്രയേൽ ഇത്തവണ തിരഞ്ഞെടുത്തത് പകലാണ്. ശനിയാഴ്ച രാവിലെ 9:40 ഇസ്രയേൽ യുദ്ധവിമാനങ്ങൾ ഖമേനിയുടെ കോമ്പൗണ്ടിൽ ഇരച്ചെത്തി ബോംബുകൾ വർഷിക്കുകയായിരുന്നു. ഖമേനി കൊട്ടാരത്തിലുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം 30ഓളം ബോംബുകൾ വർഷിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ കൊട്ടാരം തകർന്ന് തരിപ്പണമായി. കൊട്ടാരം തകർക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടിട്ടുണ്ട്. ആക്രമണത്തിൽ ഖമേനിയെ കൂടാതെ റവല്യൂഷണറി ഗാർഡ് കമാൻഡർമാരായ മേജർ ജനറൽ മുഹമ്മദ് പക്പൂർ, അലി ഷംഖാനി, പ്രതിരോധ മന്ത്രി അമീർ നസീർ സാദെ തുടങ്ങിയ 40ഓളം പ്രമുഖർ കൊല്ലപ്പെടുകയും ചെയ്തു. ഖമേനിയുടെ ഓരോ ചലനങ്ങളും മാസങ്ങളായി അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA നിരീക്ഷിച്ചു വരികയായിരുന്നു. ഖമേനി ഓഫീസിലെത്തുന്നത് സംബന്ധിച്ച രഹസ്യവിവരം അമേരിക്ക ശേഖരിച്ചിരുന്നു. ഖമേനിക്കൊപ്പം മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്തുകയും ആക്രമണത്തിന് തീരുമാനിക്കുകയും ചെയ്തു. തുടർന്ന് ഈ വിവരം IDF കൈമാറുന്നു. ഇതോടെ IDF കൃത്യമായ ആക്രമണത്തിൽ ഖമേനിയെ വധിക്കുകയായിരുന്നു. ശനിയാഴ്ച രാവിലെ 3 പ്രധാന യോഗങ്ങൾ ഒരേ സമയം നടക്കുന്നുണ്ടെന്നും ഇതിൽ ഖമേനി പങ്കെടുക്കുമെന്നും CIA ഇസ്രയേലിന് വിവരം കൈമാറി. കൃത്യമായ സ്ഥലം മനസ്സിലാക്കിയതോടെ ഇസ്രയേൽ ആക്രമണ സമയം പുനഃക്രമീകരിക്കുകയായിരുന്നു. എല്ലാവരും അർദ്ധരാത്രിയിലെ ആക്രമണത്തിനായി കാത്തിരുന്നപ്പോൾ പകൽ വെളിച്ചത്തിൽ ആക്രമണം നടത്തി ഇസ്രയേൽ തന്ത്രപരമായി വിജയം നേടിയെന്നാണ് മുൻ ഇസ്രയേൽ മിലിറ്ററി ഇന്റലിജൻസ് മേധാവി ആമോസ് യാദ്ലിൻ പറഞ്ഞത്. യുദ്ധത്തിന് തയ്യാറെടുക്കുന്നവെന്ന് അവകാശപ്പെടുമ്പോഴും സ്വന്തം നേതാക്കൾക്ക് സുരക്ഷ ഒരുക്കുന്നതിൽ ഇറാൻ പരാജയപ്പെട്ടുവെന്നതിന്റെ തെളിവാണ് ഈ സംഭവം. ഖമേനിയുടെ മരണം നയതന്ത്രപരമായ പരിഹാരങ്ങൾ എളുപ്പമാക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നത് ആഗോളതലത്തിൽ വലിയ ആശങ്കയ്ക്കും കാരണമായിട്ടുണ്ട്. ഖമേനി വധിക്കപ്പെട്ടത് പതിറ്റാണ്ടുകൾ നീണ്ട ഭീകര ഭരണത്തിന്റെ അവസാനമാണെന്നാണ് ഇസ്രയേൽ വിശേഷിപ്പിക്കുന്നത്. ഇസ്രയേലിനെ നശിപ്പിക്കാനുള്ള പദ്ധതികളുടെ മുഖ്യ സൂത്രധാരനും മേഖലയിലെ ഭീകര ഗ്രൂപ്പുകളുടെ പിന്നിലും ഖമേനിയായിരുന്നുവെന്നാണ് IDF പ്രസ്താവനയിൽ പറഞ്ഞത്. ഖമേനിയുടെ മരണത്തോടെ ഇറാന്റെ ഭീകര ശൃംഖലയുടെ തലയാണ് വെട്ടിമാറ്റിയിരിക്കുന്നതെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. അതേസമയം ഇറാനിലെ ജനങ്ങളോട് ഭരണകൂടത്തിനെതിരെ രംഗത്തിറങ്ങാൻ ആവശ്യപ്പെട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വീഡിയോ സന്ദേശവും ഇറക്കിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള അവസരം പാഴാക്കരുതെന്ന് അദ്ദേഹം ഇറാനിലെ ജനങ്ങളെ ആഹ്വാനം ചെയ്തു. അടിച്ചമർത്തലിന്റെ ചങ്ങലകളിൽ നിന്ന് സ്വയം മോചിതരാകാനുള്ള സാഹചര്യങ്ങൾ അമേരിക്കയും ഇസ്രായേലും ഒരുക്കുമെന്നാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തത്. ദശലക്ഷക്കണക്കിന് ഇറാൻ പൗരന്മാർക്ക് തെരുവിലിറങ്ങി ഈ ഭീകര ഭരണകൂടത്തെ താഴെ ഇറക്കാൻ ലഭിക്കുന്ന സുവർണ അവസരമാണെന്നും അദ്ദേഹം പറയുന്നു. ഈ അവസരം ഒരു തലമുറയിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്നതാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പേർഷ്യൻ, കുർദിഷ്, അസേരി, അഹ്വാസി, ബലൂജി തുടങ്ങിയ വിഭാഗങ്ങളെല്ലാം ഒന്നിച്ചു നിന്ന് തങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. വരും ദിവസങ്ങളിൽ ഇറാന്റെ ഭരണകൂട കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ലക്ഷ്യങ്ങളിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇതിനോടൊപ്പം നെതന്യാഹു നൽകുന്നുണ്ട്. ഇസ്രായേൽ വ്യോമസേന ടെഹ്റാനിൽ സ്റ്റാൻഡിൻ യുദ്ധസാമഗ്രികൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്നാണ് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് അറിയിച്ചത്. ലക്ഷ്യസ്ഥാനങ്ങൾക്ക് തൊട്ടുമുകളിൽ നിന്ന് നേരിട്ട് വർഷിക്കുന്ന ആയുധങ്ങളാണിവ. ഓപ്പറേഷൻ റോറിംഗ് ലയണിൽ ഇതാദ്യമായി ലക്ഷ്യസ്ഥാനങ്ങൾക്ക് നേരെ ശക്തമായ ആക്രമണം നടത്താൻ വ്യോമസേന വിമാനങ്ങൾ ടെഹ്റാൻ ആകാശത്ത് സ്റ്റാൻഡിൻ രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് കാറ്റ്സ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ നടന്ന ഇസ്രായേൽ ആക്രമണങ്ങളിൽ സ്റ്റാൻഡ് ഓഫ് ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ഇവ ദൂരെ നിന്ന് വിക്ഷേപിക്കുന്നവയും സാധാരണയായി ചെറിയ സ്ഫോടന ശേഷിയുള്ളവയുമായിരുന്നു. ഇറാന്റെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണിതെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇറാൻ ഐക്യരാഷ്ട്രസഭയിൽ ഇതിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഖമേനിയുടെ അന്ത്യത്തോടെ ഇറാനിലെ പ്രശ്നങ്ങൾക്ക് നയതന്ത്രപരമായ പരിഹാരം എളുപ്പമാകുമെന്ന് ട്രംപും പറയുന്നു. ഖമേനിയുടെ മരണത്തെ തുടർന്ന് ടെഹ്റാനിൽ വൻതോതിലുള്ള വിലാപയാത്രകളും പ്രതിഷേധങ്ങളും അരങ്ങേറുന്നുണ്ട്. മേഖലയിൽ യുദ്ധഭീതിയും ശക്തമായി തുടരുകയാണ്.